ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിപ്പോൾ ഏതൊരു വ്യക്തി എടുത്താലും അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമായിട്ടിരിക്കണം, ആനന്ദമായിട്ടിരിക്കണം, സുഖമായിട്ടിരിക്കണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി ഓരോരുത്തർക്കും ഓരോ മാർഗ്ഗങ്ങളാണല്ലോ ഉള്ളത്. നമ്മളിപ്പോൾ ഏത് കാര്യമാണെങ്കിലും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ആനന്ദം കണ്ടെത്താൻ പറ്റും. അപ്പം ഞാനിന്ന് പറയുന്നത് നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ. നാവ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മൂർച്ച ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് സ്ത്രീകളാണ്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ നാവ് കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്താൻ പറ്റും. ഇപ്പം നാവ് കൊണ്ട് നമുക്ക് മധുരത്തോടെയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള സംസാരങ്ങൾ സംസാരിച്ച് തൃപ്തിപ്പെടുത്താൻ പറ്റും. അതേസമയം തന്നെ അതുകൊണ്ട് പല കുരുത്തക്കേടുകളും കാണിക്കാൻ പറ്റും. ഇപ്പം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു കാര്യം ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ആ ആൾക്കത് തിന്നാൻ ഇഷ്ടം ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പം നമ്മളിങ്ങനെ പറയുന്നെങ്കിലും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് കേട്ടോ. കാരണം ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായിട്ടും ഇതിഷ്ടമാണ്, ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് അത്ര വലിയ താല്പര്യമില്ല ഇത് ചെയ്യാനായിട്ട്. പക്ഷേ എന്നാലും അവർ ചെയ്യും, വേറൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യും. എന്ന് വെച്ചാൽ അവർ ഈ ഒരു കാര്യം പങ്കാളിക്ക് വേണ്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം പറഞ്ഞവരെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട് ഈ രണ്ട് ടൈപ്പുള്ള ആൾക്കാർ. എന്തുകൊണ്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത്? കാരണം മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, അവരുടെ മനസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായൊരു ഫാൻറ്റസി കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ ഒരാൾക്കൊരു പാത്രത്തിനകത്ത്, ഒരു ചെറിയ പാത്രത്തിനകത്ത് കുറച്ച് ഐസ്ക്രീം ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുന്നു. പക്ഷേ നമ്മൾ കഴിക്കാനായിട്ട് സ്പൂണൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ആളിത് തിന്നുന്നത്? നാവ് കൊണ്ട് താഴേന്ന് മുകളിലേക്കുള്ള പൊസിഷനിലായിരിക്കുമല്ലോ. ഇനി ആ ആൾക്ക് ആ ഐസ്ക്രീം നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവസാനം നക്കി തുടച്ച് തിന്നുമല്ലോ. അത് ഏത് പൊസിഷനിലായിരിക്കും? താഴേന്ന് മുകളിലേക്കായിരിക്കുമല്ലോ. ഇപ്പോൾ ഏതൊരു ഐസ്ക്രീം ആണെങ്കിലും നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നണമെങ്കിൽ, നമ്മുടെ നാവിന് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നണമെങ്കിൽ ഇടയ്ക്കൊക്കെ അതിനകത്ത് എന്തെങ്കിലും കടിക്കാനായിട്ട് വേണം. ഇപ്പോൾ ചില ആൾക്കാർ ജ്യൂസ് കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒറ്റ വലിക്കതങ്ങ് കുടിച്ച് തീർക്കും. എന്നാൽ ചിലരങ്ങനല്ല, കുറേ സമയമെടുത്ത് സിപ്പ് ചെയ്ത് വളരെ ആസ്വദിച്ച് കുടിക്കും. അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു ബ്രെയിൻ വർക്കുണ്ട്. അതുപോലെ സാധാരണ രീതി ചെയ്യുമ്പോൾ സംതൃപ്തി കിട്ടാത്തവരെ സംബന്ധിച്ച് ഈ ഒരു രീതി വളരെ എഫക്റ്റീവാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ അങ്ങനെ? എവിടെയാണോ യഥാർത്ഥത്തിൽ സ്ട്രോക്ക് കിട്ടേണ്ടത് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് നമുക്ക് ഫേസിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില ശബ്ദങ്ങളും. പിന്നെ പൊതുവേ പറഞ്ഞാൽ എല്ലാം കുറച്ച് ഹാർഡായിട്ട് വേണ്ടുന്നവരെ സംബന്ധിച്ച് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചിലർക്കാണെങ്കിൽ 69 ചെയ്യുന്നതാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് അങ്ങനല്ല, അതിനോട് വലിയ താല്പര്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പ്രകൃതി നോക്കുവാണെങ്കിൽ ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിനും ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. യഥാർത്ഥ ലൈംഗികതയുടെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് വേണേൽ ഇതിനെ കാണാൻ പറ്റും. ചിലർക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചെയ്യുന്ന ഇഷ്ടമല്ല. ഇതിന് കാരണം പ്രധാനമായിട്ടും അവരുടെ സാഹചര്യമാണ്, പിന്നെ ഇതിനോടുള്ള മനോഭാവം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുവാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ളൊരു പങ്കാളിയെ കിട്ടുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.